ഹലോ ഫ്രണ്ട്സ്, ആംഗുലർ ട്യൂട്ടോറിയലിന്റെ അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ആംഗുലർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അതെങ്ങനെ ലോക്കലി റൺ ചെയ്യാം എന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ആംഗുലർ എന്താണോ, അത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്, അതിനെ പറ്റിയൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ വായിക്കാൻ പറ്റും. വൺ ഫ്രെയിംവർക്ക്. ആംഗുലർ ഒരു ഫ്രെയിംവർക്കാണ്. ഇത് ക്ലയന്റ് സൈഡ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ക്ലയന്റ് സൈഡ് ആപ്ലിക്കേഷൻ? നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇത് നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇവിടെ ഒരു ഇവന്റ്സ് ഉണ്ട്, ഇവിടെ കുറെ ടാബ്സ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ അടുത്ത പേജിലോട്ട് പോകും. ഇത് വീണ്ടും ക്ലിക്ക് ചെയ്താൽ ബാക്കിലോട്ട് പോകും. ഇതാണ് ഒരു യൂസർ ഇന്റർഫേസ്. ഒരു വെബ് ആപ്ലിക്കേഷന്റെ ഒരു യൂസർ ഇന്റർഫേസ് ആണ്. ഇതിന്റെ ഡെവലപ്മെന്റ് ആണ് ക്ലയന്റ് സൈഡ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് ആംഗുലർ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് HTML ഇതിന് ഉപയോഗിച്ചുകൂടാ? HTML മാത്രം വെച്ചിട്ട് നമുക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഉണ്ടാക്കിക്കൂടെ? ഇതേപോലെ യെസ്, നമുക്ക് പറ്റും. HTML വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിനായി നമ്മൾ HTML എന്ന് പറഞ്ഞ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ആ ഫയലിന്റെ കൂടെ തന്നെ ഒരു CSS ഫയൽ, അതിന്റെ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാനുള്ള വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ ലോജിക് എഴുതാൻ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു ഡൈനാമിക് ഡാറ്റ അതിലൊരിക്കലും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അങ്ങനത്തെ സിനാരിയോ ഓവർകം ചെയ്യാനാണ് നമ്മളൊരു ഈ ആംഗുലർ എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് HTML-ഉം CSS-ഉം ടൈപ്പ് സ്ക്രിപ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് നമ്മളിവിടെ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ മൂന്നിന്റെയും കൂടി കോമ്പിനേഷൻ വെച്ചിട്ട് ഒരു ഫ്രെയിംവർക്ക്, ഒരു മോഡുലാർ അപ്രോച്ച് വെച്ചിട്ട് ഒരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്തു. കാരണം നമുക്ക് എപ്പോഴും അത് യൂസ് ചെയ്യാൻ പറ്റും. HTML ആയാലും CSS ആയാലും ടൈപ്പ് സ്ക്രിപ്റ്റ് ആയാലും നമ്മളിവിടെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. അത് ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ സ്കെയിൽ അപ്പ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഇത് സൂപ്പർ സെറ്റ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയും. സോ ആംഗുലർ ഉപയോഗിക്കുന്ന കാരണം നമുക്ക് വീണ്ടും ഒരു സെപ്പറേറ്റ് HTML ഫയലോ CSS ഫയലോ ജാവാസ്ക്രിപ്റ്റ് ഫയലോ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി കമ്പൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആംഗുലർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യും നമുക്ക്. അടുത്തത്, ആംഗുലർ ഒരു SPA ആണ്. അപ്പൊ എന്താണ് ഈ SPA? SPA മീൻസ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ. അപ്പൊ എന്താണ് ഈ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു വെബ്സൈറ്റിലോട്ട് പോകാം. അത് മലയാള മനോരമയുടെ ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കുറെ ടാബ്സ് ഉണ്ട്. അതിന്റെ പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ടാബ് അടിക്കാം, കെയർ. ഓക്കെ, ഒരു ടാബ് അടിക്കാം. സി, ഇവിടെ ലോഡിങ് ആണല്ലോ. ആൻഡ് ഇത് മൊത്തത്തിലൊന്ന് റീഫ്രഷ് ആയിട്ട് ഒന്ന് റീലോഡ് ആയിട്ട് വീണ്ടും ഈ പേജിലോട്ട് തന്നെ വരുന്നുണ്ട്. നമുക്കുണ്ട് ഇവിടെ ഒരു HTML ഫയലിനെ കാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു HTML ഫയലിനെ കാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് HTML ഫയൽസ് റെൻഡർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊരിക്കലും ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ അല്ല. ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ HTML ഫയലാണ് ഇനീഷ്യലി അത് റെൻഡർ ചെയ്യുള്ളൂ. അവിടുന്ന് അതിന്റെ വ്യൂ പേജ് മാത്രം മാറുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആംഗുലറിന്റെ ഹോം പേജിലോട്ടൊന്ന് പോവാം. ഇവിടെ നമ്മൾ ഡോക്സ് പ്രസ് ചെയ്തു, റിസോഴ്സ് പ്രസ് ചെയ്തു. സി, ഓൺലി ദ റൗട്ട് ഈസ് ചേഞ്ചിങ്. ആൻഡ് ഇവിടെ ഡെവലപ്മെന്റ് കൊടുത്തു, എഡ്യൂക്കേഷൻ കൊടുത്തു. കണ്ടോ, ഈ വ്യൂ മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ടാണ്. ഇവിടെ ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്, ഈ വ്യൂ മാത്രം മാറുന്നുള്ളൂ. അപ്പോൾ ഒറ്റ HTML ഫയലിൽ നിന്ന് അതിന്റെ വ്യൂ മാത്രം ചേഞ്ച് ചെയ്യുന്നതാണ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആംഗുലർ എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് കൊണ്ട് ബിൽഡ് ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റുകളും ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആയിരിക്കും. ഇനി ആംഗുലറിന്റെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പോണന്റ് വൈസ് ആർക്കിടെക്ചർ ആണ്. നമുക്ക് ഈ വെബ്സൈറ്റ് നോക്കിയാൽ തന്നെ കാണാം, ഇവിടെ ഒരുപാട് കമ്പോണന്റ്സ് ലൈക്ക് ഇവിടെ ഉണ്ടോ, ഒരു സൈഡ് ബാർ ഉണ്ട്, ഒരു നാവ് ബാർ ഉണ്ട്. ഇതൊരു കമ്പോണന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് കമ്പോണന്റ് കൂടി ഒരുമിച്ച് ചേർന്ന ഒരു ഫ്രെയിംവർക്ക് ലൈക്ക് ഞാൻ ഇവിടെ കാണിച്ചത്. ഇപ്പൊ ഇത് ഒരു കമ്പോണന്റ് ഇതിന്റെ മൂന്നിന്റെ കൂടി ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിനാരിയോ വരുമ്പോൾ നമുക്ക് കോഡ് റീയൂസബിലിറ്റി എളുപ്പമായിരിക്കും. അപ്പൊ അതിന് ഒരുപാട് ആംഗുലർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് പറയാനുള്ളത്, ആംഗുലർ ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ഗൂഗിൾ ആൻഡ് മൈക്രോസോഫ്റ്റ്. ഇതിന് രണ്ടിന്റെയും കൂടി ഒരു പ്രൊഡക്റ്റ് ആണ് ആംഗുലർ. അപ്പൊ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് കമ്മ്യൂണിറ്റി ഇതിൽ വരും. കാരണം ഒരുപാട് ഹെൽപ്പ് നമുക്ക് കിട്ടും.
ഇപ്പൊ സ്റ്റാക്ക് ഓവർഫ്ലോ ആയാലും എവിടെ ആയാലും നമുക്ക് വല്ല ഡൗട്ടും വന്നാൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ അതിന് ഒരുപാട് സൊല്യൂഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ഇതാണ് അപ്പോൾ ആംഗുലർ ഫ്രെയിംവർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ആംഗുലർ ഫ്രെയിംവർക്ക് നമുക്ക് ഒരു കുറെ യൂണിറ്റ് ടെസ്റ്റേഴ്സ് ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് കർമ്മ, ജാസ്മിൻ, അതൊക്കെ നമ്മൾ ടെസ്റ്റിംഗ് എളുപ്പമാക്കാൻ വേണ്ടി അവർ തരുന്നതാണ്. അതുകൊണ്ട് അതൊരു ഗ്രേറ്റ് ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കാണാം. സോ ഇതാണ് നമ്മുടെ ആംഗുലർ ഫ്രെയിംവർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്ട് വെച്ചിട്ട് അതിന്റെ പ്രൊജക്ട് സ്ട്രക്ചർ ആൻഡ് ഫയൽ സ്ട്രക്ചർ നമ്മൾ പറയുന്നതായിരിക്കും. അതേപോലെ ഒരു ബേസിക് ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.